പോലീസ്. തിരുവനന്തപുരം സബ് ജയിൽ സ്ഥാപിതമായ വർഷം 1955 ഏപ്രിൽ 1. കേരളത്തിൽ പോലീസുകാരുടെ യൂണിഫോം ഇന്നത്തെ നിലയിൽ പരിഷ്കരിച്ച വർഷം 1982. ഏത് മുഖ്യമന്ത്രിയാണ് പോലീസുകാർക്ക് ആദ്യമായി ആഴ്ചയിലൊരിക്കൽ ഡ്യൂട്ടി ഒഴിവനുവദിച്ചത്? പട്ടം താണുപിള്ള. തിരുവിതാംകൂർ പോലീസ് സൂപ്രണ്ട് ഏതു വർഷമാണ് നിലവിൽ വന്നത്? 1881. കേരളത്തിൽ തൂക്കുമരം ഏതു വർഷം മുതലാണ് നടപ്പിലാക്കിയത്? 1886 മുതൽ. കേരളത്തിൽ ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ കിങ്സ് മെഡൽ ലഭിച്ച ഏക പോലീസ് ഉദ്യോഗസ്ഥൻ? എൻ ചന്ദ്രശേഖരൻ നായർ. തിരുവിതാംകൂർ പട്ടാളത്തിന് നായർ പട്ടാളം എന്ന പേര് നൽകിയത്? സ്വാതി തിരുനാൾ. കൊച്ചി നാട്ടുരാജ്യത്ത് ഏതു വർഷമാണ് പോലീസ് വകുപ്പ് രൂപീകരിച്ചത്? 1884. മലബാർ സ്പെഷ്യൽ പോലീസ് നിലവിൽ വന്ന വർഷം? 1921. മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം? മലപ്പുറം. ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച ഒരു നാട്ടുരാജ്യം? തിരുവിതാംകൂർ. 1939. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത്? 1973 കോഴിക്കോട്. കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ? ആർ ശ്രീലേഖ. പോലീസുകാരുടെ മലയാളത്തിലുള്ള ആദ്യ പാഠപുസ്തകമായി കണക്കാക്കിയത് പുസ്തകം ഏതാണ്? തിരുവിതാംകോട് പോലീസ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിലെ കേന്ദ്ര റിസർവ് പോലീസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? പള്ളിപ്പുറം. തിരുവിതാംകൂറിൽ പ്രാചീന കാലത്തുണ്ടായിരുന്ന പരിശീലനം ലഭിച്ച സൈന്യം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നായർ സിൽബന്തിപ്പട. ക്രിമിനൽ ഇന്റലിജൻസ് വിഭാഗം തുടങ്ങിയത് ഏത് കമ്മീഷണറുടെ കാലത്താണ്? വില്യം എച്ച് പിറ്റ്. തിരുവനന്തപുരത്തെ വിരലടയാള ബ്യൂറോ പ്രവർത്തനം ആരംഭിച്ച വർഷം? 1900 മെയ് 2. തിരുവിതാംകൂർ സേനയെ പുനഃസംഘടിപ്പിച്ച ഡച്ച് സേനാനായകൻ? ഡിലനോയ്. കേരളത്തിലെ വനിതാ പോലീസുകാർക്ക് ആദ്യകാലത്ത് വിവാഹിതരാകുന്നതിനുള്ള അവകാശമുണ്ടായിരുന്നില്ല. ഏതു വർഷമാണ് ഈ നിയമം പിൻവലിച്ചത്? 1966. തിരുവനന്തപുരത്തെ ചാല പോലീസ് സ്റ്റേഷൻ ജനക്കൂട്ടം തീവെച്ച സംഭവമായ ചാല ലഹള ഏതു വർഷമാണ് നടന്നത്? 1908. ആലപ്പുഴയിലെ പുന്നപ്രയിൽ പൊതുജനജാഥയിൽ പങ്കെടുത്തവരും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 200ഓളം പേർ വെടിയേറ്റ് മരിച്ചത് എന്നായിരുന്നു? 1946 ഒക്ടോബർ 24. പയ്യന്നൂരിൽ കോറോം ഗ്രാമത്തിലെ വെടിവയ്പ് എന്നായിരുന്നു? 1948 ഏപ്രിൽ 12. വനിതാ പോലീസിന് കാക്കി കളർ സാരിയും ബ്ലൗസും യൂണിഫോമായി നിലവിൽ വന്ന വർഷം? 1988-89. കേരളത്തിലെ പോലീസുകാർക്ക് സർക്കാർ സംഘടനാ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച വർഷം? 1979 ജൂൺ 13. തിരുക്കൊച്ചി സ്റ്റേറ്റ് പോലീസിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? തിരുവനന്തപുരത്തെ പാങ്ങോട്. മലയാള പദമായ പട്ടാളം ഏത് പദത്തിൽ നിന്നാണ് രൂപപ്പെടുത്തത്? ബറ്റാലിയൻ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്ന്. പോലീസ് കഥകൾ എന്ന രചന നടത്തിയതാര്? EV കൃഷ്ണപിള്ള. കേരളത്തിൽ ഫയർ സർവീസ് പോലീസ് വകുപ്പിൽ നിന്നും വേർപെടുത്തി ഒരു പ്രത്യേക വകുപ്പാക്കിയ വർഷം? 1963 ജനുവരി 22. കേരള സംസ്ഥാനം നിലവിൽ വന്ന 1956 ആരായിരുന്നു തിരുവനന്തപുരത്തെ പോലീസ് സൂപ്രണ്ട്? ഭാസ്കര മാരാർ. കേരള പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ നിലവിൽ വന്ന വർഷം? 1979 മെയ് 1. കുറ്റകൃത്യങ്ങൾ തക്ക സമയത്ത് അറിയിക്കാനായി 1997 കേരള പോലീസ് നടപ്പിലാക്കിയ സംവിധാനം? ക്രൈം സ്റ്റോപ്പർ. കേരളത്തിൽ ഏതു വർഷമാണ് ആരാച്ചാരന്മാരുടെ തസ്തിക നിർത്തൽ ചെയ്തത്? 1970. IG ചന്ദ്രശേഖരൻ നായരുടെ ഉത്സാഹത്തിൽ നിർമ്മിച്ച പോലീസ് സ്റ്റേഡിയം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. പോലീസ് കായികമേള ആദ്യമായി ആരംഭിച്ചതാര്? തിരുവിതാംകൂറിലെ പോലീസ് സൂപ്രണ്ടായിരുന്ന FSS ജോർജ്. കേരളത്തിലെ പോലീസ് മ്യൂസിയം അറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം. ഇതെവിടെ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം. മുഗൾ ഭരണകാലത്ത് ജയിലിന് നൽകിയിരുന്ന പേര്? ഠാണാവ്. കൊച്ചിയിലെ റിസർവ് പോലീസ് വിഭാഗത്തിന് സൈനിക പരിശീലനം നൽകി മിലിറ്ററി പോലീസ് വിഭാഗമാക്കി പുനർനാമകരണം ചെയ്തത് ഏതു വർഷമായിരുന്നു? 1904.
കേരളത്തിൽ പോലീസ് കായികമേള ആദ്യമായി അരങ്ങേറിയത് 1911 നവംബർ 24. 1921 ആഗസ്റ്റ് 21 മലബാർ ലഹളക്കാർ ഏത് പോലീസ് സ്റ്റേഷനാണ് ആക്രമിച്ചത്? മഞ്ചേരി പോലീസ് സ്റ്റേഷൻ. മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ വിവാദ പുരുഷനായിരുന്ന പോലീസ് സൂപ്രണ്ട് ആരായിരുന്നു? ഹിച്ച്കോക്ക്. തിരുവിതാംകൂറിൽ പോലീസ് റിക്രൂട്ട് സ്കൂൾ സ്ഥാപിതമായത് 1932. പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിച്ച കേരളത്തിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ. കേരള പോലീസിന്റെ ആരോഗ്യ സുരക്ഷാ പരിപാടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്പന്ദനം. കേരളത്തിലെ കസ്റ്റഡി മരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് നിയമിതമായ റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് രാജേന്ദ്ര ബാബു. സ്കോട്ട്ലാൻഡ് യാർഡിൽ പരിശീലനം ലഭിച്ച കേരള പോലീസിലെ ആദ്യ ഓഫീസർ ജയറാം പടിക്കൽ. കേരള പോലീസിന്റെ മേധാവി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അഥവാ DGP. കേരളത്തിലെ ആദ്യ DGP അനന്തശങ്കര അയ്യർ. UN-ന്റെ സിവിലിയ പോലീസ് അഡ്വൈസറായി നിയമിതയായ ഇന്ത്യക്കാരി കിരൺ ബേദി. ലോകത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ പോലീസ് സേനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് പിൽ. ലണ്ടൻ പോലീസിന്റെ മറ്റൊരു പേര് സ്കോട്ട്ലൻഡ് യാർഡ്. ബോബീസ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ പോലീസിന്. എന്താണ് ഇന്റർപോൾ? ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് കമ്മീഷൻ. ഇന്റർപോളിന്റെ ആസ്ഥാനം ഫ്രാൻസിലെ ലയൺസ്. ഇന്ത്യയിൽ ഇന്റർപോളിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നത് CBI. 1951 ഇസ്രായേലിൽ രൂപം കൊണ്ട ചാര സംഘടന മൊസാദ്. ഇന്ത്യയുടെ ചാര സംഘടന അറിയപ്പെടുന്നത് റോ. പാകിസ്ഥാന്റേതോ? ISI. USA-യുടെ രഹസ്യ പോലീസ് CIA. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധ സൈനിക വിഭാഗം അസം റൈഫിൾസ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ കിരൺ ബേദി. ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ IPS ഓഫീസർ കാഞ്ചൻ ഭട്ടാചാര്യ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ DGP കാഞ്ചൻ ഭട്ടാചാര്യ. കേരളത്തിൽ പോലീസിന്റെ മേൽനോട്ടം